ബിറ്റ് കോയിൻ ഇപ്പോൾ നല്ല മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഈ ബിറ്റ് കോയിനെ കുറിച്ച് ഞാൻ എത്രയോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പലരും ഇപ്പോൾ ബിയർ മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്ട്രക്കായി നിൽക്കുന്ന ഒരു സമയമില്ല. ആ ഒരു ബിറ്റ് കോയിൻ ഒക്ടോബറിലൊക്കെ ആ ഒരു സ്റ്റക്ക് ആ ഒരു 65K ഈ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞു ബിറ്റ് കോയിൻ നിങ്ങൾ ബൈ ചെയ്തോ, വേറെ ഒന്നിലും നോക്കണ്ട, ബിറ്റ് കോയിനെ എപ്പോഴും നിങ്ങൾക്ക് ബൈ ചെയ്താൽ സേഫാണ്. അപ്പം അതിപ്പോഴും സേഫ് തന്നെയാണ്. ഇപ്പം നല്ലൊരു പ്രൈസ് കയറി, 1,04,000 അത്രയും ഡോളർ വരെ കയറി. ഇപ്പോൾ 1941 1,04,000. ഓക്കെ, ഇത്രയും ഡോളർ വരെ കയറി. അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. ഓൾറെഡി അറിയാമല്ലോ, വലിയ വലിയ വെയിലുകൾ എന്തൊക്കെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു ടാർഗറ്റാണ് 100K. ഓൾറെഡി ആ ഒരു ടാർഗറ്റ് December 5 ഇന്ന് തന്നെ ആയി. ഓക്കെ, അപ്പം ഞാനെപ്പോഴും വീഡിയോ ഇടാറുണ്ട് ബിറ്റ് കോയിനെ കുറിച്ചായാലും. എപ്പോഴും ഈ ഒരു ബിറ്റ് കോയിൻ നല്ല രീതി 65K ഉള്ള ടൈമിൽ, അതിന് താഴെയൊക്കെ ഉള്ള ടൈമിലെല്ലാം ഞാൻ പറയാറുണ്ട് നിങ്ങൾ ബിറ്റ് കോയിന് ബൈ ചെയ്തോ. പിന്നെ അത് ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. ഞാനും ഒരു ട്രേഡ് എടുത്തിരുന്നു. ഞാൻ പക്ഷേ 82,000 ഡോളർ ആയപ്പം ഞാൻ വിറ്റു. അത്യാവശ്യം ഒരു $10 $20 അടക്കം കിട്ടി. എന്ന് വെച്ചാൽ ചെറിയൊരു ട്രേഡായിരുന്നു, ചെറിയൊരു ഡോളർ ഇട്ടുള്ള ട്രേഡായിരുന്നു. $15 കൂടുതൽ കിട്ടി. എന്നിരുന്നാലും അപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു ബിറ്റ് കോയിൻ നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ ബൈ ചെയ്തോ. എത്ര ക്രാഷ് ആയാലും ബിറ്റ് കോയിൻ നിങ്ങൾ ഒരിക്കലും, ആരെങ്കിലും പലതും പറയും നിങ്ങൾ ബിറ്റ് കോയിൻ ഇതാണെന്നൊക്കെ, അങ്ങനെ ഇങ്ങനെ ഇനിയും ഭയങ്കര കറക്ഷൻ വരും. എന്നാലും സ്പോട്ടിലൊക്കെ ബൈ ചെയ്താൽ നല്ലത് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള ആൾട്ടോയിന് സൂയി ആയാലും ആർബിട്രോ ആയാലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ, പക്ഷേ ആർബിട്രോ അത്ര വലിയ പമ്പായില്ല. $1.5 നിന്ന് ഒരു $1.5 പോയി. പക്ഷേ സൂയിയാണ് നല്ല രീതിയിൽ പമ്പ് ഉണ്ടായത്. 78 സെൻറ്റ് ചെയ്യുന്ന അത് $3.78 ആയി. എന്നിരുന്നാലും ഒരു $3 കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടായി ഒരു സൂയി എടുത്തിട്ടവന് തന്നെ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മാർക്കറ്റെന്ന് വെച്ചാൽ ഇതാണ്. അപ്പം മാർക്കറ്റ് എങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ പഠിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം കുറേ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ XRP ആയിക്കോട്ടെ, TRS ആയിക്കോട്ടെ, കർദാന ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോൾ പമ്പാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 സാധനം നമ്മൾ ഇപ്പോഴും വേസ്റ്റായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. XRPക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് പണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊരു പ്രോഫിറ്റിന് വേണ്ടി അങ്ങനെയൊക്കെ കുറേ വെയിലുകൾ അതിനെ മാനിപ്പുലേഷൻ ചെയ്ത് നല്ല രീതിയിൽ കയറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഏതൊരു ക്രിപ്റ്റോ ആയാലും നമ്മൾ പറയുന്ന പോലെയല്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ബൈ ചെയ്യാതൊന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം. എന്നാലും ടോപ്പ് 100 പ്രൊജക്റ്റുകൾ നല്ല നോക്കി ബൈ ചെയ്യുക എപ്പോഴും. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പമ്പായി. അതെന്തെങ്കിലും ആവട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ ബിറ്റ് കോയിൻ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ബൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എപ്പം വീഡിയോ ഇട്ടാലും ബിറ്റ് കോയിൻ ബൈ ചെയ്യാൻ മാത്രമേ നമ്മൾ പറയാറുള്ളായിരുന്നു. ആ ഒരു ടൈമെല്ലാം ബിറ്റ് കോയിൻ്റെ പ്രൈസൊക്കെ 65-68K അതിന് താഴെയുള്ള ടൈമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ ബിറ്റ് കോയിൻ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഒന്നും വീഡിയോ ഒന്നും ഇട്ടില്ല. അത് സ്വാഭാവികമായിട്ട് ഇടാഞ്ഞെന്ന് വെച്ചാൽ പല യൂട്യൂബർമാരും ഈ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ സ്റ്റക്കായ ടൈമിലൊക്കെ പല ടെലിഗ്രാം ഡ്രോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ. അപ്പോൾ അവരതിനെക്കുറിച്ച് ഇടാറുള്ളൂ. ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊന്നും ആരും ഇടത്തില്ല. നിങ്ങൾ ബൈ ചെയ്തോളാൻ പറഞ്ഞാൽ ആരും ഇടത്തില്ല. നമ്മൾ ഇട്ടിരുന്നു, പക്ഷേ ഈ വീഡിയോയ്ക്ക് വലിയ വ്യൂ ഇല്ലാത്തതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാർക്കറ്റ് നല്ലതായിട്ട് ഇനിയിപ്പം ബിറ്റ് കോയിൻ പോകും, പക്ഷേ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും മാത്രം ഇപ്പോൾ എടുക്കുക ബിറ്റ് കോയിന്. അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ എടുക്കുക. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ 97 സെൻറ്റ് ഒക്കെ പോയി എടുക്കുക എന്ന് വെച്ചാൽ. എന്നിരുന്നാലും അതിന് മുമ്പൊക്കെ എടുത്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.